وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ജൗസി റഹിമഹുള്ള ക്രോഡീകരിച്ച ആദാബുൽ ഹസനുൽ ബസരി സുഹ്ദുഹു വ മവാഇദുഹു, ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ അധ്യാപനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖൗലുകൾ, അതിൽ 8ാമത്തെ ഫസിൽ അദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ചില ഉപദേശങ്ങളും നസീഹത്തുകളുമാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്ത അസർ വകാന യഖൂൽ, അൽ ഹസനുൽ ബസരി റഹിമഹുള്ള അദ്ദേഹം പറയാറുണ്ട്, ഇബ്ന ആദം, മനുഷ്യ, ലാ യഗുറന്നക മൻ ഹൗലക മിൻ ഹാദിഹി സിബാഇൽ ആദിയ, നിന്റെ ചുറ്റുമുള്ള അക്രമകാരികളായിട്ടുള്ള ഈ വന്യമൃഗങ്ങൾ നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇബ്നുക്, നിന്റെ മകൻ, വഹലീലതുക്, നിന്റെ ഭാര്യ, വഖാദിമുക്, നിന്റെ ജോലിക്കാരൻ, വകലാലതുക്, നിന്റെ കുടുംബക്കാർ. അമ്മ ഇബ്നുക്, നിന്റെ മകൻ, ഫമിസ്ലുൽ അസദ്, ഒരു സിംഹത്തിനെ പോലെയാണ്, യുനാസിഉക മാ ബൈന യദൈക്, നിന്റെ കയ്യിലുള്ളതിനെ തട്ടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സിംഹത്തെ പോലെ. വഹമ്മ ഹലീലതുക്, നിന്റെ ഭാര്യ, ഫമിസ്ലുൽ കൽബതി ഫിൽ ഹരീരി വൽ ബസ്ബസതി, കൗതുകം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ചെറിയ നായക്കുട്ടിയെ പോലെയാണ്. നമ്മൾ അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. വഅമ്മ ഖാദിമുക്, നിന്റെ ജോലിക്കാരൻ, ഫമിസ്ലു സഅലബി ഫിൽ ഹീലതി വസ്സരിഖ, അതൊരു കുറുക്കനെ പോലെയാണ്, കട്ടെടുക്കുന്നതിലും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒപ്പിക്കുന്നതിലുമെല്ലാം അതുപോലെയാണ്. അതായത് ഇവിടെ ഹസനുൽ ബസരി റഹിമഹുള്ള ഉദ്ദേശിക്കുന്നത്, പരലോകവുമായി ബന്ധപ്പെട്ട് പരലോകത്ത് വിജയം നേടാൻ സഹായകമാകുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു മനുഷ്യനെ തെറ്റിക്കുന്ന, അവനറിയാതെ അവനെ വഞ്ചിച്ചു കളയുന്ന, അവനെ ഗുറൂറിലാക്കുന്ന ചില കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന് അദ്ദേഹം ഉപമിച്ചത് ആക്രമിക്കുന്ന അക്രമകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ പോലെയാണ്. അതിൽ മകനെ പറ്റി പറഞ്ഞു. മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് അവന്റെ മക്കളോടുണ്ടാകുന്ന സ്നേഹം മനുഷ്യർക്ക് അനുഭവത്താൽ അറിയുന്ന കാര്യമാണ്. അപ്പോൾ മകന് വേണ്ടി ജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി പണിയെടുക്കാതെ പോകുന്ന ആളുകൾ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ ധാരാളം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾ തെറ്റിക്കാതിരിക്കട്ടെ എന്നുള്ളത് ധാരാളം സന്ദർഭങ്ങളിൽ ഖുർആനിൽ അള്ളാഹു ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആ ആശയത്തെ ഇവിടെ പറയുകയാണ്. അപ്പോൾ നിന്റെ കയ്യിലുള്ള സ്വത്താവട്ടെ, നീ സമ്പാദിക്കുന്ന സ്വത്താവട്ടെ, അത് നിന്റെ മരണശേഷം നിന്റെ മക്കൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിന്റെ ദീനിനെ അഥവാ അള്ളാഹിന് വേണ്ടി പണിയെടുക്കേണ്ട സമയം പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. എന്നാൽ അവരോടുള്ള ബാധ്യതകളുണ്ട്, മക്കളോടുള്ള കടമകളുണ്ട്, അത് പൂർത്തിയാക്കണം, അത് പൂർത്തീകരിക്കണം, അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. അതല്ലാതെ പരലോക ചിന്തയിൽ നിന്ന് തെറ്റിക്കുന്ന രീതിയിൽ നിന്റെ മക്കൾ ആകാൻ സാധ്യതയുണ്ട്, അതിനെ നീ സൂക്ഷിക്കുക. രണ്ടാമത്തേത് ഭാര്യയെ പറ്റി പറഞ്ഞു. ഒരു കുണുങ്ങി നിൽക്കുന്ന ഒരു നായക്കുട്ടിയെ പോലെ നമ്മെ ആകർഷിപ്പിക്കുന്ന ഒരു കാര്യം, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ മക്കളെ പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു തആല ഖുർആനിൽ ഭാര്യമാരെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മൾ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നതിൽ നിന്ന് തെറ്റിക്കാൻ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, സാധ്യതയുള്ളതാണ്. എന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി പലതും ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹുവിനെ അനുസരിക്കാത്ത ധാരാളം ആളുകളുണ്ട്. ആ നിലക്ക് നിന്റെ ദീനിനെ നഷ്ടപ്പെടുത്തുന്നത് സൂക്ഷിക്കുക. പിന്നീട് പറഞ്ഞു ജോലിക്കാരൻ, നിന്റെ ഖാദിം, അവൻ നിന്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അത് കട്ടെടുക്കുന്ന അല്ലെങ്കിൽ അതിൽ നഷ്ടം വരുത്തുന്ന ആളായേക്കാം എന്നായിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത്. വമ്മ കലാലതുക്, എന്നിട്ട് 4ാമത്തെ പറഞ്ഞു നിന്റെ കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, നിന്റെ ചുറ്റുമുള്ള ആളുകൾ.
ഫവല്ലാഹി അല്ലാഹുവാണ് ലദിർഹമുൻ യസിലു ഇലൈഹിം ബഅദ മൗതിക്, നിന്റെ മരണശേഷം നിന്റെ സ്വത്തായിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിന്നിൽ നിന്ന് അവർക്ക് എത്തുന്ന ഒരു ദിർഹമാണ് അഹബ്ബു ഇലൈഹിം മിൻ അൻ ലൗ കുൻത അഅതഖ്ത റഖബതൻ, നീ ഒരു അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ളത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾ അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനേക്കാളും പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നതിനേക്കാളും തന്റെ ചുറ്റുമുള്ള കുടുംബക്കാരിലേക്ക്, അതാരുമാവട്ടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, കുടുംബക്കാർ, അവർക്ക് വേണ്ടി ജീവിച്ച് അല്ല അവർക്ക് വേണ്ടി പണിയെടുത്ത്, ഇതൊക്കെ നിർബന്ധമായൊരു ബാധ്യതയുണ്ട്, പൂർത്തീകരിക്കേണ്ടതുണ്ട്, അത് ചെയ്യണം. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരാൾ വീടിന് ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കാൻ ജോലി ചെയ്യണം. എന്നാൽ ആ ജോലി ബാങ്ക് കൊടുത്ത് നിസ്കാരത്തിന്റെ സമയത്തും ജോലി ചെയ്യുകയാണെങ്കിലോ അത് ശരിയല്ല. അപ്പൊ അതാണ് ആ വ്യത്യാസമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോ കുടുംബക്കാരെന്നുള്ളത് അവരിലേക്ക് നിന്റെ വകയായിട്ട് എത്തുന്ന ഒരു ദിർഹം, നിന്റെ മരണശേഷം എത്തുന്ന ഒരു ദിർഹമാണ് നീ ഇവിടെ നിന്റെ വലിയ സംഖ്യ കൊടുത്ത് അടിമയെ മോചിപ്പിച്ച് അള്ളാഹുവിന് പ്രതിഫലം നേടുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള കാര്യം. എന്നിട്ട് പറയാണ് ഫയ്യാക അൻ തൂഖിറ ലഹ്റക ബിസലാഹിഹിം, അവരെ നന്നാക്കാൻ വേണ്ടി നിന്റെ മുതുക നശിപ്പിക്കുന്നത് നീ സൂക്ഷിക്കുക, നീ നാശത്തിലാകുന്നത് നീ സൂക്ഷിക്കണമെന്ന്. അതായത് നിന്റെ കാര്യം നോക്കാതെ, നീ പരലോകത്തേക്ക് ഒരു പണിയെടുക്കാതെ, നിനക്ക് നിന്റെ അള്ളാഹുവിന്റെ ദിക്റിന് തെറ്റിക്കുന്ന രീതിയിൽ, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന രീതിയിൽ നിന്റെ അടുത്ത ആളുകളാണ് എന്ന നിലക്ക് അവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ട് നീ ആകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഫഇന്നമാ ലക മിൻഹും അയ്യാമുകൽ ഖലാഇൽ, അവരുടെ ഒപ്പം നിനക്കുള്ളത് വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ്. വഇദാ വളഊക ഫീ ഖബ്രിക്, നിന്റെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻസറഫു അൻക, നിന്റെ ചുറ്റുമുള്ള നീ എത്ര അടുത്തവരായി കണ്ട നിന്റെ കുടുംബമോ കൂട്ടുകാരോ എല്ലാവരും നിന്നെ പിരിഞ്ഞു പോകും. ഫസറഫു ബഅദക സിയാബ്, നിന്റെ മരണശേഷം അവർ വീണ്ടും നല്ല വസ്ത്രങ്ങൾ ധരിക്കും. വളറബു ദുഫൂഫ്, അവർ ദഫുകൾ കൊട്ടും, അഥവാ അവർ നല്ല ആഘോഷങ്ങൾ അതെല്ലാം അവർക്കുണ്ടാകും. വളഹ്കുൽ ഖഹ്ഖഹത, അവർ പിന്നെ നിന്റെ മരണശേഷവും അവരുടെ സന്തോഷവേളകളിൽ അവർ പൊട്ടിച്ചിരിക്കും. വഅൻത തുഹാസബു ബിമാ ഫീ ഐദീഹിം, നീയാണെങ്കിലോ നീ ചെയ്തു കൂട്ടിയതിന്റെ പേരിൽ വിചാരണ അനുഭവിക്കുന്ന അവസ്ഥയിലുമായിരിക്കും. ഫഖദ്ദിം ലിനഫ്സിക്, അതുകൊണ്ട് നിന്റെ സ്വന്തത്തിന് വേണ്ടിയിട്ടുള്ളത് നീ ഒരുക്കി വെച്ചുകൊള്ളുക. സൂറത്ത് ആൽ ഇംറാനിലെ 30-ാമത്തെ ആയത്ത് ഈ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ, അന്നേ ദിവസം ഒരാൾ നന്മയായി ചെയ്തു കൂട്ടിയതെല്ലാം അവന്റെ മുമ്പിൽ കണ്ടെത്തും, അതുപോലെ തന്നെ അവൻ ചെയ്ത തിന്മകളും പാപങ്ങളും. തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, ഓരോരുത്തരും കൊതിച്ചു പോകും അവന്റെയും അവന്റെ പാപങ്ങളുടെയും ഇടയിൽ ബഹുദൂരം അകൽച്ചയുണ്ടായിരുന്നെങ്കിൽ എന്ന്. വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സഹ്, അള്ളാഹു അത് അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ട് താക്കീത് ചെയ്യുന്നു. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അവന്റെ അടിമകളോട് അങ്ങേയറ്റം കൃപയുള്ളവനാണ്. വീണ്ടും നാം ഓർമ്മിപ്പിക്കുന്നു, ഇതൊരിക്കലും ഒരിക്കലും ഇതിന്റെ ഉദ്ദേശം തന്റെ കുടുംബത്തിനെയോ മക്കളെയോ ഭാര്യയെയോ അവരോടുള്ള കടമകൾ നിർവഹിക്കാതിരിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കാതിരിക്കണമെന്നോ ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കണമെന്നില്ല. അതിനൊക്കെ അള്ളാഹുവിന് പ്രതിഫലമുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്റിൽ നിന്ന് ഈ കാര്യങ്ങൾ നിസ്കരിക്കാതെ ഒരാൾ ചെയ്യാണ്, നോമ്പൊൽക്കാതെ ഒരാൾ ചെയ്യാണ്, അള്ളാഹുവിനോട് ചെയ്യേണ്ട കടമകളൊന്നും ചെയ്യാതെ ചെയ്യാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ അതിനെയാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു സന്ദർഭത്തിൽ ഇവിടെ നിസ്കരിക്കാതെ ഇവിടെ ചെയ്ത ഒരു കാര്യവും നാളെ പരലോകത്ത് നമുക്ക് നന്മയായിട്ടുണ്ടാവില്ല, അത് നാളെ നമുക്കെതിരായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട നിർബന്ധ ബാധ്യതകൾ അള്ളാഹുവിനോടുള്ളത് നാം ചെയ്തിരിക്കണം. മറ്റൊരു അത്റിൽ അദ്ദേഹം പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന അഹദകും യുഹദ്ദിറുഹു സാഹിബുഹു അംറൻ, നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങളോട് ഒരു കാര്യത്തിനെ കുറിച്ച് താക്കീത് ചെയ്യുകയാണെങ്കിൽ ഫയത്തഖീഹ്, നിങ്ങൾ സൂക്ഷിക്കും. ഒരു കൂട്ടുകാരൻ പറയാണ് അങ്ങോട്ട് പോകണ്ട, അവിടെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇന്നാളെ നീ സൂക്ഷിച്ചോ, എന്നെ കുഴപ്പമുണ്ട്, അങ്ങനെയൊക്കെ അതിന്റെ അടുത്തൊരു കൂട്ടുകാരൻ നീ പറഞ്ഞാൽ നീ അത് സൂക്ഷിക്കും. വയഹ്ദറുഹു, അതിനെ ഗൗരവത്തിലെടുത്ത് അതിന് വേണ്ട ശ്രദ്ധയൊക്കെ കൊടുക്കും. ഫകൈഫ മൻ ഹദ്ദറഹു റബ്ബുഹു നഫ്സഹു, ഈ ആയത്തിന്റെ തുടർച്ചയായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നോക്കൂ, യുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു എന്നാ പറഞ്ഞത്. അള്ളാഹുവിനെ പറ്റിയിട്ടാണ് താക്കീത് ചെയ്യുന്നത്. ഇപ്പൊ ഒരാള് വേറൊരാളെ പറ്റിയിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. അള്ളാഹുവിനെ പറ്റിയിട്ടാണ് താക്കീത് ചെയ്യുന്നത്.
വഖവ്വഫഹു ഉഖൂബതഹു, അല്ലാഹു അതാ അവന്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നു. യഖൂലുല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു തആല സൂറത്തുൽ അറാഫിലെ 99-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഫ അമിനു മക്റല്ലാഹ്, അല്ലാഹുവിന്റെ തന്ത്രത്തെ തൊട്ടാണോ നിങ്ങൾ നിർഭയരായിരിക്കുന്നത്? ഫലാ യഅ്മനു മക്റല്ലാഹ് ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടക്കാരല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹുവിന്റെ തീരുമാനങ്ങളെക്കുറിച്ച് അവർ നിർഭയത്വം പാലിക്കുന്നവർ നഷ്ടക്കാരായിരിക്കും. കാരണം അള്ളാഹു എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാതിരിക്കുന്നവർ, അവർ അതിനെ തൊട്ട് നിർഭയരായിരിക്കുന്നവർ നഷ്ടക്കാരാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. വകാന യഖൂൽ, അതുപോലെ അദ്ദേഹത്തിന് പറയാറുണ്ടായിരുന്നു, അലാ തഅജബൂന മിൻ റജുലിൻ യൽഹു വയഗ്ഫുൽ വയഹ്സഉ വയൽഅബ്, നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ ഒരു വ്യക്തിയെക്കുറിച്ച്, അവനതാ അശ്രദ്ധയിലായിക്കൊണ്ട് കളിയും തമാശയിലുമായിക്കൊണ്ട് അവൻ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. വഹുവ യംശീ ബൈനൽ ജന്നതി വന്നാർ, അവൻ നടക്കുന്നത് നരകത്തിന്റെയും സ്വർഗത്തിന്റെയും നടുവിലൂടെയാണ്. ലാ യദ്രി ഇലാ അയ്യിഹിമാ യസീറു, അവൻ അറിയില്ല അവൻ ഏതിലേക്കാണ് ചെന്ന് വീഴുക എന്ന്, അവൻ ഏതിലേക്കാണ് ചെന്നെത്തുക എന്നവൻ അറിയില്ല. ആ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും നടുവിലൂടെ നടക്കുന്ന ഒരുത്തൻ, അഥവാ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾ കളിയും ചിരിയും തമാശയിലും മാത്രമായി മുഴുകി ജീവിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ എന്ന് ഹസൻ അൽ ബസരി റഹിമഹുല്ലാ ചോദിക്കുകയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, സുബ്ഹാന മൻ അദാഖ ഖുലൂബൽ ആരിഫീന മിൻ ഹലാവത്തിൽ ഇൻഖിതാഇ ഇലൈഹി, സുബ്ഹാൻ, എത്ര പരിശുദ്ധനാണ്, മൻ അദാഖ ഖുലൂബൽ ആരിഫീൻ, അല്ലാഹുവിനെ മനസ്സിലാക്കിയ ആളുകളുടെ ഖൽബിൽ രുചിപ്പിച്ചവൻ, മിൻ ഹലാവത്തിൽ ഇൻഖിതാഇ ഇലൈഹി, അള്ളാഹുലേക്ക് പൂർണ്ണമായി അറ്റുവീഴുന്നതിന്റെ ആസ്വാദനത്തെ അനുഭവിപ്പിച്ചവൻ, രുചിപ്പിച്ചവൻ, വലദ്ദത്തിൽ ഖിദ്മതി ലഹു, അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ ആസ്വാദനത്തെ അറിയിച്ചവൻ, മഅല്ലഖ ഹിമമഹും ബിദിക്രിഹി, അവർ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ചിന്തയായി മാറ്റിയവൻ, അങ്ങനെ ആ തൗഫീഖ് നൽകിയവൻ. വശഗല ഖുലൂബഹും അൻ ഗൈരിഹി, അല്ലാഹു അതാ അവരുടെ ഖൽബിനെ അല്ലാഹു അല്ലാതെ മറ്റെല്ലാത്തിൽ നിന്നും തിരക്കിലാക്കി അല്ലാഹുലേക്ക് മാത്രമാക്കിയിരിക്കുന്നു. ഫലാ ശൈഅ അലദ്ദു ഇൻദഹും മിൻ മുനാജാതിഹി, അവരുടെ അടുക്കൽ ഏറ്റവും ആസ്വാദികരമായിട്ടുള്ളത് അല്ലാഹുമായിട്ടുള്ള മുനാജാത്ത, അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംസാരമാണ്. രഹസ്യത്തിലുള്ള ഇബാദത്തുകൾ, രാത്രി നിസ്കാരം, ദുആ, ഖുർആൻ പാരായണം, ദിക്ർ, അതുപോലെയുള്ള കാര്യങ്ങളാണ്. വലാ അഖറു ലിഅയ്നിഹിം മിൻ ഖിദ്മതിഹി, അവർക്ക് ഏറ്റവും കൺകുളിർമയേകുന്നത് അള്ളാഹുവിനുള്ള ഖിദ്മത്താണ്, അഥവാ അള്ളാഹുവിനുള്ള അനുസരണവും ഇബാദത്തുകളുമാണ്. വലാ അഖഫു അലാ അൽസിനതിഹിം മിൻ ദിക്രിഹി, അവർക്ക് ഏറ്റവും ഭാരം കുറഞ്ഞ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം അവരുടെ നാവിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണ്. സുബ്ഹാനഹു വതആല അമ്മാ യഖൂലു الظالمون ഉലുവൻ കബീറ, ളാലിമീങ്ങൾ, അക്രമകാരികൾ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, അവർ പറയുന്ന എന്തെല്ലാം ആരോപണങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം അള്ളാഹു എത്രയോ ഉന്നതനാണ് എന്ന് പറയാണ്. അഥവാ ഈമാനിന്റെ ആസ്വാദനത്തെ അറിയിക്കുകയാണ്. അതായത് ഒരാളുടെ ഖൽബിൽ ഇപ്പൊ മനുഷ്യർ അനുഭവിക്കുന്ന ആസ്വാദനം 3 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന് ഭൗതികമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉള്ള വസ്തുക്കളിലൂടെ ലഭിക്കുന്ന ആസ്വാദനം, ശാരീരികമായിട്ടുള്ള ആസ്വാദനം. അതിനേക്കാൾ വലുതാണ് വഹ്മിയായിട്ടുള്ള ആസ്വാദനം. അതായത് ആളുകൾ നമ്മളെ പറ്റി ഇങ്ങനെ പറയാണ്, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നിനക്ക് നല്ലതാണ്, നല്ല, അങ്ങനെ ആളുകൾ പറയണം. അത് പറഞ്ഞ് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആസ്വാദനം. ചിലപ്പോൾ ആ ആസ്വാദനത്തിന് വേണ്ടി ആളുകൾ എന്ത് ചെയ്യും, ഈ ഭൗതികമായിട്ടുള്ള ഒഴിവാക്കും. ഇപ്പൊ ചില ആളുകള് ആളുകൾ അവർക്ക് ഇങ്ങനെ പ്രശസ്തിയും പ്രശംസയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള പല ആസ്വാദനങ്ങളും അവർ ഒഴിവാക്കും. കാരണം അവർക്ക് അതിനേക്കാൾ ഇഷ്ടം പ്രശസ്തിയും പ്രശംസയും കേൾക്കലായിരിക്കും. മൂന്നാമത്തേത് നഫ്സിയായിട്ടുള്ള ഖൽബ് അനുഭവിക്കുന്ന ആസ്വാദന. അത് ഏറ്റവും നല്ല സ്വഭാവങ്ങളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ, ഏറ്റവും നല്ല ഗുണങ്ങളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് ഈമാനാണ് അതിന്റെ അടിസ്ഥാനം. അത് ഈമാനിലൂടെ ലഭിക്കുമ്പോൾ ഏറ്റവും പരിപൂർണതയിലെത്തുന്നു. അതാണ് ഈ ആസ്വാദനങ്ങളിലെല്ലാം ഏറ്റവും വലുതാണ് ഈമാന്റെ ആസ്വാദന. അത് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. വകാന യഖൂൽ, അവിടുന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു അഥിൽ കാണാം, റുവിയ അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന യൂരി അന്നാർ, തീ കത്തിക്കുമായിരുന്നു. അഥവാ എന്തെങ്കിലും ആവശ്യത്തിന് തീ കത്തിക്കുമ്പോൾ വയുദിനി മിൻഹാ യദഹു, ആ തീയിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ടുപോകും. അപ്പൊ സ്വാഭാവികമായിട്ടും ചൂട് അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യില്ല,
പിന്നെ കൈ അതിലേക്ക് കൊണ്ടുപോകും? ഇല്ല. അപ്പൊ നമ്മളൊക്കെ തീയിന്റെ ഒരു പരിധി വരെ നമ്മൾ കൈ കൊണ്ടുപോകുള്ളൂ. പിന്നെ കൊണ്ടുപോകാൻ നമുക്ക് ധൈര്യം ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ അതിനെന്ത് ചെയ്യും? അതുവരെ കൊണ്ടുപോകും. അതിന് പിന്നെ പിന്നോട്ട് വലിക്കും. അപ്പൊ അങ്ങനെ കൈ കൊണ്ടുപോയി. വയഖൂൽ, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉൻദുർ ഇബ്നുൽ ഖത്താബ് കൈഫ സബ്റുക അലൻ നാർ. ഖത്താബിന്റെ മകനെ സ്വന്തത്തെ പറയാണ്, നീ ഒന്ന് നോക്കി നോക്ക്, നീ എങ്ങനെയാണ് ഈ നരകത്തീയിൽ ക്ഷമിക്കുന്നത്. അതായത് നീ ആ തീയിലേക്ക് കൊണ്ടുപോകുന്നില്ല, അതിൽ നീ പിടിച്ചു വെക്കുന്നുണ്ട്. നീ ഒന്ന് നിന്റെ കാര്യം നോക്കി നോക്ക്. വകൈഫ ലക ഖുദ്റത്തുൻ അലാ സഖ്തിൽ ജബ്ബാർ. നിനക്ക് എങ്ങനെയാണ് ജബ്ബാറായ അല്ലാഹുവിന്റെ കോപത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുക? ثم يستعيذ بالله من النار ومن عمل اهل النار. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു നരകത്തെ തൊട്ടും നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന കർമ്മങ്ങളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും ഇസ്തിആദ, അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ദുനിയാവില് ഒരു തീയിലേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു വലിയ തീയിന്റെ ഒരു ഉണ്ടാരം ഉണ്ടാക്കിയിട്ട് നമുക്കൊരു 10 ലക്ഷം രൂപ തരാ, അല്ലെങ്കിൽ ഇത്ര സ്വർണം തരാ, അല്ലെങ്കിൽ ദുനിയാവിൽ വിലപിടിപ്പ് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭൗതികമായിട്ടുള്ള സാധനം നമുക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരെങ്കിലും ചെയ്യോ? ഇല്ല. ആരെങ്കിലും ചാടുവോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ക്ഷമിക്കുകയാണ്, നമ്മൾ പിടിച്ചു നിർത്തുകയാണ് നഫ്സിനെ. നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും അതിന്റെ അപ്പുറത്ത്. ഇതിൽ ചാടിയിട്ട് കഴിഞ്ഞാൽ അത് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് തയ്യാറാവില്ല. പോട്ടെ, വലിയൊരു തീ കൊണ്ടാരൊന്നും വേണ്ട, ഒരു വിരലിന്റെ ഈ വിരലിന്റെ ഈ ഭാഗം മുഴുവൻ കത്തിച്ചു കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു കണ്ണ് കുത്തി പൊട്ടിച്ചാൽ മതി, അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മൾ ചെയ്യൂല. അതെന്താ? നമ്മൾ സ്വന്തത്തെ സബർ ചെയ്ത് പിടിച്ചു നിർത്തുകയാണ്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അത് ആ ഒരു തീയിലേക്ക് പോകുമ്പോൾ പിടിച്ചു നിർത്തുന്ന കണ്ട് സ്വന്തത്തെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിൽ നീ ക്ഷമിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കോപമായിട്ടുള്ള അള്ളാഹുവിന്റെ കോപത്തിന് മുമ്പിൽ, നരകശിക്ഷയുടെ മുമ്പിൽ നീ എന്താണ് ക്ഷമിക്കാത്തത്? അല്ലെങ്കിൽ നീ ക്ഷമിക്കേണ്ടതല്ലേ? ഒരു പാപം ചെയ്യുമ്പോ നീ ആ നരകത്തിലേക്ക് എടുത്തു ചാടുകയാണ്. അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോ നീ ആ നരകത്തിലേക്കുള്ള വഴിയിലേക്കാണ് പോകുന്നത്. അവിടെ ക്ഷമിക്കാൻ നിനക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് സ്വന്തത്തെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇത് പറഞ്ഞിട്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഇദാ കാന ഹാദാ ഖൗഫ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിന്റെ ഭയം ഇങ്ങനെയായിരുന്നു എങ്കിൽ, സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൽ വലിയ കൊട്ടാരമുള്ള ഉമർ റളിയല്ലാഹുവിന്റെ ഭയം ഇങ്ങനെയായിരുന്നെങ്കിൽ, വഹുവ മിമ്മൻ ശുഹിദ ലഹു ബിൽ ജന്ന, സ്വർഗത്തിന് സാക്ഷ്യം വഹിക്കപ്പെട്ട ആളാണ്. ഫകൈഫ അയ്യുഹൻ നാസ് തഅ്മനൂൻ, എങ്ങനെയാണ് നിങ്ങൾ നിർഭയരാവുക? എങ്ങനെയാണ് നിങ്ങൾ നിർഭയരായി ജീവിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇബ്നു ആദം, മനുഷ്യ, ഇന്നമാ അൻത വൈഫുൻ, നീ ഒരു അതിഥിയാണ്. വവൈഫു മുർതഹിലുൻ, അതിഥി യാത്ര പിരിഞ്ഞു പോകാനുള്ളവനാണ്. മുസ്തആറുൻ, തിരിച്ചു പോകാനുള്ളവനാണ്. വൽ ആരിയതു ലില്ലാഹ്, അവൻ മടങ്ങി പോകേണ്ടത് അള്ളാഹുലേക്കാണ്. ലില്ലാഹി ദർറു അഖ്വാമിൻ നദറു ബിഐനിൽ ഹഖീഖ, ഏതൊരു കാര്യവും ഹഖീഖത്തോടു കൂടി, അതിന്റെ യാഥാർത്ഥ്യത്തോടു കൂടി നോക്കിക്കാണുന്നവൻ അവനാണ് ഉത്തമരായിട്ടുള്ള ആളുകൾ. വഖദ്ദമു ഇലാ ദാരിൽ മുസ്തഖർ, അതുപോലെ നിലനിൽക്കുന്ന ഭവനത്തിലേക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ആളുകളും. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മാ മർറ യൗമുൻ അല ഇബ്നി ആദം ഇല്ലാ ഖാല ലഹു ഇബ്നു ആദം ഇന്നി യൗമുൻ ജദീദുൻ, ഒരു ദിവസവുമില്ല മനുഷ്യന്റെ മേലെ കഴിഞ്ഞു പോകാതെ ആ ദിവസം മനുഷ്യനോട് പറയും, ഇന്നി യൗമുൻ ജദീദുൻ, മനുഷ്യ, ഞാനൊരു പുതിയ ദിവസമാണ്. വഅലാ മാ തഅമലു ഫിയ ഷഹീദുൻ, നീ എന്നിൽ ചെയ്യുന്നതിനെല്ലാം സാക്ഷ്യം വഹിക്കുന്നതാണ്. അഥവാ നീ എന്നിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതെല്ലാം അവിടെ എഴുതി രേഖപ്പെടുത്തി കൃത്യമായി ഉണ്ടാകും. ഇദാ ദഹബ്തു അൻക, ഞാൻ നിന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ, ലം അർജി ഇലൈക്, പിന്നെ ഞാൻ നിന്നിലേക്ക് മടങ്ങി വരില്ല. ഫഖദ്ദിം മാ ശിഅത തജിദുഹു ബൈന യദൈക, നീ നിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ നീ മുന്നൊരുക്കി വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. വഅഖിർ മാ ശിഅത ഫലൻ യഊദ അബദൻ ഇലൈക്, നീ വൈകിപ്പിച്ചോ, നീ ചെയ്യാതിരുന്നോ, പക്ഷെ ഒരിക്കലും പിന്നെ ചെയ്യാനുള്ള ഒരു അവസരം നിനക്ക് കിട്ടില്ല. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എന്തിനേക്കാളും വിലയുള്ള സാധനം സമയമാണ്, അവന്റെ ആയുസ്സാണ്. കാരണം ആ ആയുസ് കൊടുത്തിട്ടാണ് അവന് സ്വർഗം വാങ്ങാനുള്ളത്. അതായത് ആ ആയുസ്സിൽ എന്ത് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവന് സ്വർഗം കിട്ടാറുള്ളത്. ശരിക്ക് ഏതൊരു കിതാബിൽ ഇബ്നു ഖുദാമ മഖ്ദിസിയുടെ ആണ് തോന്നുന്നു, നമ്മൾ ഇവിടെ തന്നെ വായിച്ചിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇതിന്റെ ആയുസ്സിലെ പകുതിയോളം 1/3 ഉറങ്ങിയിട്ടും മറ്റും പോകുന്നുണ്ട്. ബാക്കി പല കാര്യങ്ങൾ, ഭക്ഷണവും അതുപോലുള്ള കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളായി പോകുന്നുണ്ട്. അവസാനം നോക്കിക്കഴിഞ്ഞാൽ ഒരു 60 വർഷം ആയുസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പരലോകത്തേക്ക് വേണ്ടി അമല് ചെയ്യാനുള്ള സമയം തുച്ഛമായ വർഷങ്ങളാണ്. ഇത് കൊടുത്തിട്ടാണോ ശാശ്വതമായ പരലോകത്തെ, സ്വർഗലോകത്തെ നീ വാങ്ങാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ്. അവനെന്ന് എന്ത് ചെയ്തു, അവനെന്ത് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ എന്താണ് അവൻ ഒരുക്കിയിട്ടുള്ളത്, അവന് ആ സമയത്ത് ചെയ്യാൻ. ഇപ്പൊ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്ന് ഈ സമയം നമുക്കൊരു കർമ്മം ചെയ്യാൻ സാധിച്ചില്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു രാത്രി നിസ്കരിക്കാതെ കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം സുന്നത്തായ ഒരു നോമ്പ് നോൽക്കാതെ അഥവാ നോമ്പ് നോൽക്കേണ്ടതായിട്ടുള്ള ഒരു ദിവസത്തിൽ ഒരു തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ട് അത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് എന്തില്ല, ആ സമയം കിട്ടൂല. പിന്നെ നമുക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. പിന്നെ ആ സമയമോ ആ രാത്രിയോ ഒന്നും പിന്നീട് നമുക്ക് അമൽ ചെയ്യാൻ വേണ്ടി കിട്ടില്ല. അപ്പോ സമയം എന്നുള്ളത് അത്ര വിലപിടിച്ചതാണ് എന്ന് ഒരു ഉപമയിലൂടെ അദ്ദേഹം പറഞ്ഞു തരികയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇന്നമാ യുക്രിമുക മൻ യുക്രിമുക മാ ദാമ റൂഹുക ഫീ ജസദിക. നിന്നെ ആദരിക്കുന്ന ആളുകൾ അവർ നിന്നെ ആദരിക്കുന്നത് നിന്റെ റൂഹ് നിന്റെ ശരീരത്തിലുള്ള കാലം അത്രമേ അവർ നിന്നെ ആദരിക്കുകയുള്ളൂ. നിന്നിൽ നിന്ന് ആ റൂഹിനെ ഒഴിവാക്കപ്പെട്ടാൽ ലനബദൂക വറാഅ ദുഹൂരിഹിം, അവർ നിന്നെ വിട്ടേച്ച് അവർ തിരിഞ്ഞു പോകും. ആരെങ്കിലും പിന്നെ നമ്മൾ മയ്യത്തായി കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആവശ്യമില്ലാന്ന് വെച്ചാൽ അവർ കൊണ്ടുനടക്കൊന്നുമില്ല. അവര് അത് മറമാടിയിട്ട് അവർ തിരിഞ്ഞു പോകും. എന്നിട്ട് പറയാണ്, വലൗ തുരിക്ത ബൈനഹും, നീ മരണപ്പെട്ടിട്ട് നിന്റെ മയ്യത്ത് അവരുടെ ഇടയിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ലഫറു മിൻക ഫിറാറഹും മിനൽ അസദ്, അവർ ഒരു സിംഹത്തിനെ ഭയപ്പെട്ട് ഓടി അകലുന്നത് പോലെ നിന്റെ മയ്യത്തിൽ നിന്ന് അവരെന്താകും? ഓടിയകലും. മരിച്ചു കഴിഞ്ഞ ഒരു ശരീരത്തിനെ ആർക്കാ വേണ്ടി വരിക? ഒന്നോ രണ്ടോ ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അടുക്ക പോലുമില്ല, അവരതിൽ നിന്ന് ഓടി അകന്നു പോകും. അപ്പൊ നിന്നെ ഇന്ന് ആദരിക്കുന്നുണ്ട്, നിന്നെ ബഹുമാനിക്കുന്നുണ്ട്, അതൊക്കെ ഈ റൂഹ് ശരീരത്തിൽ ഉണ്ടാകുന്ന കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹം പറയാറുണ്ട്, ആളുകളെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അവരെ വിലയിരുത്തേണ്ടത് അവരുടെ കർമ്മങ്ങളെ നോക്കിയിട്ടാണ്. വദഉ അഖ്വാലഹും, അവരുടെ സംസാരങ്ങളെ നിങ്ങൾ വിട്ടേക്ക്. ഒരാളെ മനസ്സിലാക്കേണ്ടത് അയാൾ നന്നായി സംസാരിക്കുന്ന ആളാണ്, നല്ല ഉപദേശം നൽകുന്ന ആളാണ്, അല്ലെങ്കിൽ നന്നായി കാര്യങ്ങൾ പറയുന്ന ആളാണ്, ദീന് സംസാരിക്കുന്ന ആളാണ്. അതിന്റെ അടിസ്ഥാനത്തിലല്ല, അയാളുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ പരിഗണിക്കേണ്ടത്. فإن الله عز وجل لم يدع قولا إلا جعل عليه دليلا من عمل يصدقه أو يكذبه. അല്ലാഹു തആല ഒരാളുടെ വാക്കിനെ വെറുതെ വിട്ടിട്ടില്ല. ആ വാക്കിനെ സത്യപ്പെടുത്തുന്ന അമൽ, സത്യപ്പെടുത്തുന്നതോ കളവാക്കുന്നതോ ആയിട്ടുള്ള കർമ്മം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതായത് ഒരാളൊരു കാര്യം പറയാം, അതിനെ സത്യപ്പെടുത്തുന്ന പ്രവർത്തനം അവന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ അതിനെതിരായിട്ട് അതിനെ കളവാക്കുന്ന രീതിയിലാണോ അവൻ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കും. ഫൈദാ സമിഅത ഖൗലൻ ഹസനൻ, നിങ്ങൾ നല്ലൊരു വാക്ക് കേൾക്കുകയാണ്, ഇപ്പൊ നല്ലൊരു ദർസ് കേൾക്കുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഖുതുബ കേൾക്കുകയാണ്, നല്ലൊരു ഉപദേശം കേൾക്കുകയാണ്, നല്ലൊരു വാക്ക് കേൾക്കുകയാണ്, നല്ല ഒരു സംസാരം കേൾക്കുകയാണ്. ഫറുവൈദൻ ബിസാഹിബിഹി, അത് പറഞ്ഞ ആൾക്ക് നിങ്ങൾ കുറച്ച് അവസരം കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ അയാളെ വിലയിരുത്തുന്നതിന് മുമ്പ് കുറച്ച് സമയം കൊടുക്കുക. ഫൈൻ വാഫഖ മിൻഹുൽ ഖൗലു അൽ അമൽ, അയാളുടെ വാക്ക് പ്രവർത്തനത്തിനോട് യോജിച്ചു വരികയാണ് എങ്കിൽ ഫനിഅമ, അത് നല്ലൊരു കാര്യമാണ്, അവൻ നല്ലൊരു ആളാണ്, അല്ലെങ്കിൽ നല്ലൊരു ഗുണമുള്ള ആളാണ്, നല്ലൊരു കാര്യമാണ്. വനിഅമത്തി ഐനിൻ, ഉത്തമനാണ്. വൈൻ ഖാലഫൽ ഖൗലുൽ അമൽ, ഇനി അവന്റെ വാക്കിനെതിരാണ് അവന്റെ പ്രവർത്തനങ്ങളെങ്കിൽ ഫഇയ്യാക അയശ്തബിഹ അലൈക ശൈഉൻ മിൻ അംരിഹി ഫഇന്നഹാ ഖുദ്ഉൽ ലിസാലികീൻ, നീ സൂക്ഷിക്കുക, അവൻ ഒരു വഞ്ചകനായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് തെറ്റായ വഴി പറഞ്ഞു കൊടുത്ത് വഞ്ചിക്കുന്ന ആ തരത്തിലുള്ള ഒരാളായിരിക്കും എന്ന നിലയ്ക്ക്. അതായത് ഒരാൾ കാര്യം പറയുമ്പോൾ അത് ഹക്കാണെങ്കിൽ സ്വീകരിക്കേണ്ട എന്നൊന്നുമല്ല. ഇതിന്റെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഒരു വ്യക്തി അയാളുടെ നാവ് കൊണ്ടല്ല എന്താകുന്നത്, അയാൾ പിന്നെ ആ പറഞ്ഞ വാക്കിന്റെ ആളാകുന്നത്. ഏത് കാര്യമാണെങ്കിലും ഒരാളുടെ പ്രവർത്തനത്തിൽ എന്ത് വരുന്നു എന്നുള്ളതാണ് അയാൾ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്നുള്ളത്. അപ്പോൾ നല്ല ഒരാൾ നല്ല വായിലായതുകൊണ്ടോ നല്ല പ്രാസംഗികനായതുകൊണ്ടോ നല്ല പ്രഭാഷകനായതുകൊണ്ടോ അയാൾ ഏറ്റവും തക്കവയുള്ള ആളാവണമെന്നില്ല. അത് അമല് കൊണ്ടാണ് ഒരാൾ എന്താകുന്നത്, ഉത്തമനാകുന്നത്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട് ഇതേ ആശയത്തിൽ തന്നെ മറ്റൊരു കാര്യം, ഇബ്നു ആദം, മനുഷ്യ, ഇന്നലക ഖൗലൻ വഅമലൻ, നിനക്ക് വാക്കുമുണ്ട് പ്രവൃത്തിയുമുണ്ട്. ഫഅമലുക അഹഖു ബിക മിൻ ഖൗലിക, നിന്റെ വാക്കിനേക്കാൾ നീ ശ്രദ്ധിക്കേണ്ട പ്രാധാന്യമുള്ളത് നിന്റെ കർമ്മമാണ്.
വഇന്ന ലക സരീറതൻ വഅലാനിയതൻ, നിനക്ക് രഹസ്യമായ ജീവിതവുമുണ്ട് പരസ്യമായ ജീവിതവുമുണ്ട്. ഫസരീറതുക ഔലാ ബിക മിൻ അലാനിയതിക, നിന്റെ പരസ്യമായിട്ടുള്ള ബാഹ്യമായ ജീവിതത്തിനേക്കാൾ നീ പ്രാധാന്യത്തോടുകൂടി നീ പ്രാധാന്യം നൽകേണ്ടത് നിന്റെ രഹസ്യ ജീവിതത്തിനാണ്. വഇന്ന ലക ആജിലൻ വആഖിബതൻ, നിനക്ക് ഈ ദുനിയാവിൽ ഇതാ ഇപ്പോഴുള്ള ജീവിതവുമുണ്ട് നാളെ പരലോകത്ത് ജീവിതവുമുണ്ട്. വആഖിബതുക അഹഖു ബിക മിൻ ആജിലതിക, നിന്റെ പരലോക ജീവിതത്തിനാണ് ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിനേക്കാൾ നീ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. വാക്കും പ്രവൃത്തിയും അതിൽ പ്രവർത്തിക്കാണ് കൂടുതൽ പ്രാധാന്യം. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും രഹസ്യ ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ദുനിയാവും പരലോകവും പരലോകത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കണം. ابن آدم മനുഷ്യ ഇന്ന അല്ലാഹ സുബ്ഹാനഹു വതആല യഖൂൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു സൂറത്ത് ഫാത്തിറിലെ 10ാമത്തെ ആയത്ത്, ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലുസ് സാലിഹ് യർഫഉഹു, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വാക്കും അതുപോലെ തന്നെ സാലിഹായ കർമ്മങ്ങളുമാണ് അല്ലാഹുവിലേക്ക് ഉയരുന്നതും ഉയർത്തപ്പെടുന്നതും. ഫഅമലു സാലിഹൻ വവഫഖകുമുല്ലാഹ് തജിദു ആഖിബതഹു, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അതിന്റെ ഒരു അനന്തരഫലം അതിന്റെ അവസാനം നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. അതായത് ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്വന്തത്തിന്റെ പ്രേരണകൾ വരും, അതുപോലെ മാനുഷികമായിട്ടുള്ള അലസത വരും, തസ്വീഫ് നാളെ ചെയ്യാന്ന് വരും, ഗഫലത്ത് അശ്രദ്ധ വരും, അങ്ങനെ മടിയും അതുപോലെ ധാരാളം കാര്യങ്ങൾ ബാധിക്കും. അതിനേക്കാളെല്ലാം മറികടന്നിട്ട് വേണം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് എപ്പോഴും ജിഹാദ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ചെയ്താൽ ആ കർമ്മങ്ങൾ ഉയർത്തപ്പെടുകയും നാളെ അതൊരു മുതൽക്കൂട്ടായി നമുക്ക് കാണാനും സാധിക്കും. ഇന്നത് ചെയ്തിട്ടില്ല എങ്കിലോ നമുക്കൊന്നും ഉണ്ടാവില്ല, നാളെ അതൊന്നും ഉണ്ടാവില്ല. വഖീല, അദ്ദേഹത്തെ പറ്റി പറയപ്പെട്ട ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരിക്കൽ, ബൈനമാ അൽ ഹസൻ യൗമൻ ഫിൽ മസ്ജിദ്, ഹസൻ ബസ്രി റഹിമഹുല്ലാ ഒരു ദിവസം മസ്ജിദിൽ നിൽക്കുകയാണ്, മസ്ജിദിലുണ്ട്. തനഫസ സുഅദാ, ഒരു ദീർഘ നിശ്വാസം, നന്നായിട്ടൊന്ന് ശ്വാസം വലിച്ചിട്ട് അദ്ദേഹം ശ്വാസം വിട്ടു. വബകാ ബുകാഅൻ ശദീദൻ, എന്നിട്ട് അദ്ദേഹം ശക്തമായി കഠിനമായി കരയാൻ തുടങ്ങി. ഹത്ത ഇർതഅദത് റുക്ബതാഹ്, ആ കരച്ചിലിന്റെ ഒരു ശക്തി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് കാൽമുട്ടുകൾ വിറച്ചു പോകുന്ന കൂട്ടിമുട്ടുന്ന അവസ്ഥയിൽ. വഖഫഖ ഖൽബുഹു, അദ്ദേഹത്തിന്റെ നെഞ്ച് പിടക്കാൻ തുടങ്ങി, ഹൃദയമിടിപ്പ് കൂടുന്ന അവസ്ഥയിൽ. ثم قال, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലൗ അന്ന ബിൽ ഖുലൂബി ഹയാതൻ, കൽബുകൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ, അഥവാ കൽബുകൾ ജീവനുള്ളത്, അഥവാ അള്ളാഹുവിനെ ഓർക്കുന്ന പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന അങ്ങനെയുള്ള കൽബായിരുന്നെങ്കിൽ, ലൗ അന്ന ബിഹാ സലാഹൻ, അതിൽ നന്മയുണ്ടായിരുന്നെങ്കിൽ, അത് നല്ല അവസ്ഥയിലായിരുന്നുവെങ്കിൽ, ലബക്കത് മിൻ ലൈലത്തിൻ സബീഹതുഹാ അൽ ഖിയാമ, നാളെ അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പുള്ള ഒരു രാത്രി അതിനെക്കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ അന്ത്യനാളിനെ കുറിച്ച് ആലോചിച്ച് അത് കരയുമായിരുന്നു. അയ്യു യൗമിൻ ഇബാദല്ലാഹ്, ഏത് ദിവസമാണ് അല്ലാഹുവിന്റെ അടിമകളെ, മാ സമിഅൽ ഖലായിഖു ബിയൗമിൻ അക്തറ മിൻഹു ഔറതൻ ബാദിയ വലാ ഐനൻ ബാകിയതൻ, ആളുകളെല്ലാം നഗ്നരായി പോകുന്ന, ആളുകളെല്ലാം കരഞ്ഞു പോകുന്ന അത്ര ഗൗരവമുള്ള വേറൊരു, അത്രയും കരച്ചിലേക്കുന്ന അല്ലെങ്കിൽ അത്രയും ഗൗരവത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള വേറൊരു ദിവസം ഏതാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. കാരണം നമുക്കൊരിക്കലും തടയാൻ സാധിക്കാത്ത, നമ്മൾ സൂര്യൻ കിഴക്കുദിക്കുന്നത് നമുക്ക് തടയാൻ സാധിക്കുന്നില്ല എങ്കിൽ, പടിഞ്ഞാറ് അസ്തമിക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എങ്കിൽ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. ആ അന്ത്യനാളിനെ പോലെ ഭയപ്പാടുള്ള എന്താണ് നമുക്ക് ആ ദിവസത്തിനേക്കാൾ നമ്മൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഗൗരവമുള്ള ഒരു ദിവസം നമുക്ക് ഈ ദുനിയാവിൽ വേറെ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞ എന്താണ്? സൂറത്ത് ഹൂദും അതിന്റെ അഹ്വാത്തുകളും എന്നെ നിരപ്പിച്ചു കളഞ്ഞു എന്ന്. കാരണം പരലോകത്തെ പറ്റി പറയുന്ന, അന്ത്യനാളിനെ പറ്റി പറയുന്ന ആ സൂറത്തുകൾ, അതിലെ ഓരോ സംഭവങ്ങളും അതിനെക്കുറിച്ച് ആലോചിച്ച് എന്നെ നിരപ്പിച്ചു കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെങ്കിൽ എത്ര ഗൗരവമുള്ളതായിരിക്കും പരലോക അന്ത്യനാൾ എന്നുള്ളത്. ഹസൻ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞ മറ്റൊരു അസറിൽ കാണാം, മഗ്ററഖത് ഐനുൻ ബിമാഇഹാ മിൻ ഖശിയത്തില്ലാഹ്, ഒരു കണ്ണുമില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ കുതിർന്നു പോകാതെ. ഇല്ല ഹറമല്ലാഹു ജസദഹ അലന്നാർ, ആ കണ്ണ് ഏതൊരു ശരീരത്തിലാണോ ആ ശരീരത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് തടയാതെ. ഇത് ഹദീസിന്റെ ആശയമാണ്. അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുനീർ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത്. കാരണം അള്ളാഹുവിനെ കുറിച്ച് ഭയത്താൽ കരയുക എന്നുള്ളത് അത് ഈമാനിന്റെയും തഖ്വയുടെ ഒക്കെ അടയാളമാണ്. അങ്ങനെയുള്ള ആളുകൾ കരയാൻ പറ്റുള്ളൂ.
ഒരിക്കലും ഒരു പാപി അല്ലെങ്കിൽ ആ പാപത്തിൽ മുഴുകിക്കൊടുത്ത തൗബയുടെ അവസ്ഥയിലല്ല, അല്ലെങ്കിൽ അശ്രദ്ധയിലായിരിക്കുന്ന അവസ്ഥയിൽ അവന്റെ കണ്ണു നിറയില്ല അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ട്. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെട്ട് കരയണമെങ്കിൽ അത് തഖ്വയുള്ള ഖൽബിന്റെ അടയാളമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശരീരത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് തടയും. ഫൈൻ ഫാളത് അലാ ഖദ്ദിഹാ, ആ കണ്ണുനീർ അവന്റെ കവിളുകളിലൂടെ ഒഴുകുകയാണ്. ലം യർഹഖ് ദാലികൽ വജ്ഹ ഖത്റൻ വലാ ദില്ല, ആ മുഖം, ആ കണ്ണുനീരൊഴുകിയ ആ മുഖം അത് നിന്യത അനുഭവിക്കുന്ന ഒരവസ്ഥ പരലോകത്തുണ്ടാവില്ല. വലൈസ മിൻ അമലിൻ ഇല്ലാ വലഹു വസ്നുൻ വസവാബുൻ, ഒരു കർമ്മവുമില്ല ആ കർമ്മം കണക്ക് നോക്കാതെയും അതിന് പ്രതിഫലം നൽകാതെയും, ഓരോ കർമ്മത്തിനും ഇത്ര പ്രതിഫലം ഇത്ര ഇത് ആ രീതിയിലുണ്ട്. ഇല്ല ദംഅത മിൻ ഖശിയത്തില്ലാ, പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഒഴുകുന്ന കണ്ണുനീർ അതിനങ്ങനെ കണക്ക് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഫഇന്നഹാ തുത്ഫിഉ മാ ശാ അല്ലാഹു മിൻ ഹർരിൻ നാർ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ആ കണ്ണുനീർ നരകത്തിന്റെ ചൂടിനെ കെടുത്തിക്കളയും. വലൗ അന്ന റജുലൻ ബകാ മിൻ ഖശിയത്തില്ലാ ഫി ഉമ്മത്തിൻ, ഒരു വ്യക്തി ഒരു സമൂഹത്തിന്റെ വിഷയത്തിലാണ്, ഒരു സമൂഹത്തിന് വേണ്ടിയാണ് അവൻ അള്ളാഹുവിനോർത്ത് കരയുന്നത് എങ്കിൽ ലറജൗതു അയ്യർഹമല്ലാഹു തആല ബിബുകാഇഹി തിൽക്കൽ ഉമ്മത ബിഅസ്രിഹാ, അവന്റെ ആ കണ്ണുനീർ കാരണത്താൽ ആ ഉമ്മത്തിന് മൊത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഓർത്ത് കരയുന്നതിന്റെ മഹത്വമാണ്, അതിന്റെ പ്രാധാന്യമാണ്. അള്ളാഹി നമ്മൾ എല്ലാവരും സ്വന്തത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ട് എത്ര കാലമായിട്ടുണ്ടാകും എന്നുള്ളത്. അതായത് നമ്മൾ സ്വന്തത്തില് നമ്മൾ ഒറ്റയ്ക്കിരുന്നിട്ടോ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിനോട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ വരുത്തിയ വീഴ്ചയെ കുറിച്ച് ആലോചിച്ച്, അള്ളാഹുവിനെ ധിക്കരിച്ച് ചെയ്ത പാപങ്ങളെ കുറിച്ച് ആലോചിച്ച്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പരലോകത്തെ നരകശിക്ഷയെ കുറിച്ച് ഓർത്ത്, അങ്ങനെയെല്ലാം ഓർത്ത് ഒന്ന് ആലോചിച്ച് വെക്കുക. ആ ഒരു സിദ്ഖോടുകൂടി സത്യസന്ധമായി ഇഖ്ലാസോടുകൂടി നമ്മൾ എത്ര കാലമായിട്ടുണ്ടാവും നമ്മുടെ കണ്ണ് നിറഞ്ഞ് ഒന്ന് കരഞ്ഞിട്ട് എന്നുള്ളത്. കാരണം അത് അത്രയും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിനെ ഓർത്ത് കരയുക എന്നുള്ളത്. അത് നല്ല തഖ്വയുള്ള നല്ലൊരു ഖൽബിൽ നിന്നേ ആ കണ്ണുനീർ വരികയുള്ളൂ. وكان يقول, അദ്ദേഹം പറയാറുണ്ട്, إن الله عز وجل لا يفرض على العبد ثمنا على العلم الذي تعلمه إلا الثمن الذي يأخذه المعلم به. ഇൽമിന്റെ ഫضലിനെ പറയുന്ന ഒരു അസ്റാണ്. അദ്ദേഹം പറയാണ്, إن الله عز وجل, അല്ലാഹു തആല لا يفرض على العبد ثمنا على العلم, ഇൽമിന്റെ വിഷയത്തിൽ, الذي تعلمه, അവൻ പഠിക്കുന്ന ഇൽമിന്റെ വിഷയത്തിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനൊരു വിലയും നിശ്ചയിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ തന്നാൽ മാത്രമേ നമുക്ക് ഇൽമു തരുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഇതാക്കിയാലേ ഇൽമു തരുള്ളൂ എന്നുള്ള വെച്ചിട്ടില്ല. ഇല്ല സമനല്ലദീ യഖുദുഹു അൽ മുഅല്ലിമു ബിഹി, ആകെയുള്ള ഒരു വില എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവന് ആ ഇൽമു പഠിപ്പിച്ച മുഅല്ലിമിന് അവൻ നൽകേണ്ടി വരുന്ന ആ കാര്യമുള്ളൂ. ഒരു ഇൽമു പഠിപ്പിച്ചു തരുന്ന മുഅല്ലിമിന് നൽകേണ്ടി വരുന്ന പണമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടി വരുന്ന ചെലവല്ലാതെ ഇൽമ അള്ളാഹു നൽകുന്നതിന് അള്ളാഹു ഒരു വില നിശ്ചയിച്ചിട്ടില്ല. ഫമൻ തഅല്ലമൽ ഇൽമ ബിഹഖില്ലാ, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ആണ് ഇൽമ നേടുന്നത് എങ്കിൽ, വലബ്തിഗാഅ മാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലുള്ളതിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൻ തേടുന്നത് എങ്കിൽ, ഫഖദ് റബിഹ, അവൻ ലാഭം നേടിയിരിക്കുന്നു. വമൻ തഅല്ലമഹു ലിഗൈരില്ലാ, അള്ളാഹുവിന് പുറമെ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഫമൻ തഅല്ലമൽ ഇൽമ ബിഹഖില്ലാ വലിബ്തിഗാഇ മാ ഇൻദല്ലാഹ് ഫഖദ് റബിഹ വമൻ തഅല്ലമഹു ലിഗൈരില്ലാ, അള്ളാഹുവിന് പുറമെ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് അവരെ പഠിക്കുന്നതെങ്കിൽ ഇൻഖതഅ വലം യസിൽ ബിഹി ഇലല്ലാഹ്, അവന് ആ ഇൽമു കൊണ്ട് അള്ളാഹുലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല, അവൻ മുറിഞ്ഞു പോകും. അതായത് ഇൽമു നേടുമ്പോ ഏറ്റവും ഒന്നാമത്തെ എന്താ, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ കുറിച്ച് അറിയാനാണ്, എന്റെ ജീവിതത്തിലെ ജഹല് ഇല്ലാതാക്കാനാണ്, എന്നെ ശുദ്ധീകരിക്കാനാണ്, എന്നെ നന്നാക്കാനാണ് എന്നുള്ള അടിസ്ഥാനമായിട്ടുള്ള നിയത്ത്. അതല്ലാതെ ആളുകൾക്കിടയിൽ ആലിമായി അറിയപ്പെടണം, അല്ലെങ്കിൽ ഇൽമു കൊണ്ട് എനിക്ക് ഒരുപാട് സമ്പാദിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണ് അവൻ നിയത്ത് വെക്കുന്നതെങ്കിൽ അതുകൊണ്ട് അവൻ അള്ളാഹുലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മിസ്കീനുൻ ഇബ്നു ആദം, മനുഷ്യൻ എന്തൊരു മിസ്കീനാണ്,
എന്തൊരു ദരിദ്രനാണ്, അല്ലെങ്കിൽ അവന്റെ ദുർബലത അറിയിക്കാൻ. മാ ദഅഫഹു, എന്തൊരു ദുർബലതയാണ് അവന്. മക്തൂമുൽ ഇലൽ, അവന്റെ കുറവുകൾ അവനറിയില്ല. അതായത് ഇപ്പൊ നമ്മുടെയൊക്കെ ശരീരമുണ്ട്, നമ്മുടെ ശരീരത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നേരാവണ്ണം ഓടുന്നത്, എന്തെല്ലാം നേരാവണ്ണം പ്രവർത്തിക്കാത്തത് നമുക്കറിയില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവനറിയില്ല. മക്തൂമുൽ അജൽ, അവൻ എത്ര ആയുസ്സുണ്ട് എന്നുള്ളത് മറക്കപ്പെട്ടതാണ്. ഇന്ന് മരിക്കോ നാളെ മരിക്കോ, അല്ലെങ്കിൽ എന്നാണ് നമ്മുടെ ആയുസ് അവസാനിക്കുക നമുക്കറിയില്ല. ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ എന്താണ്, നമ്മുടെ പ്രശ്നങ്ങൾ എന്താ നമുക്കറിയില്ല. നമ്മൾ എത്ര കാലം ജീവിക്കും നമ്മളറിയില്ല. തുദീഹിൽ ബഖ്ഖതു, ഒരു ചെറിയൊരു പ്രാണി മതി അവൻ എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറിയ വല്ല ജീവിയും കടിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ വേദന കാരണം ബുദ്ധിമുട്ടുകാറുണ്ട് നമ്മൾ. അല്ലെങ്കിൽ ഒരു കൊതു കടിക്കുന്നതിലൂടെ മാരക രോഗങ്ങൾ വന്നു പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ വേറെ അങ്ങനെ ചെറിയൊരു ജീവിയെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവും. വതഖ്തുലുഹു ശർഖതു, ഒരു തൊണ്ടയിൽ എന്തെങ്കിലും ഒന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഇട്ടോ അതുപോലെ ഒരു കാര്യം ചെറുതായിട്ടുണ്ടായാൽ തന്നെ അവൻ എന്താവും, മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചു. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഒന്ന് മാറിയിട്ട് ശ്വാസകോശത്തിലേക്ക് വീണിട്ട് മരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ചെറിയൊരു കാര്യം കൊണ്ട് തന്നെ അവൻ മരിച്ചു പോകുന്നവനാണ് അവൻ. യർഹലു കുല്ല യൗമിൻ ഇലൽ ആഖിറതി മർഹലതൻ, ഓരോ ദിവസവും അനദാ പരലോകത്തേക്കുള്ള യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വയഖ്തഉ മിനദ് ദുനിയ മൻസിലതൻ, ദുനിയാവിൽ നിന്ന് അവൻ മുറിഞ്ഞു പോകുന്ന, അവൻ എല്ലാം വിട്ടുപോകുന്ന ഒരു സമയം വരാറുണ്ട്. വറുബ്ബമാ തഗാ വതകബ്ബറ വളമ വതജബ്ബറ, എന്നിട്ടും അവനതാ അതിര് കവിഞ്ഞ് അഹങ്കാരം കാണിച്ച് പെരുമ നടിച്ച് അവൻ ജീവിക്കുന്നു എന്ന് അദ്ദേഹം പറയാൻ. ഇത് ശരിക്കും മനുഷ്യൻ അവനവനെ കുറിച്ച് ഒരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ അഹങ്കരിക്കാൻ പറ്റൂല. കാരണം അഹങ്കരിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. കാരണം ഈ പറഞ്ഞു നോക്ക്, സ്വന്തം ശരീരത്തിനകത്ത് എന്ത് നടക്കുന്ന അവനറിയില്ല, അവൻ എപ്പം മരിക്കുന്നവനറിയില്ല. ചെറിയൊരു ജീവി കൊണ്ട് തന്നെ വളരെ ശക്തമായ വേദന സഹിക്കേണ്ടി വരുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. നിസ്സാര ഒരു കാര്യം കൊണ്ട് മരണപ്പെട്ടു പോകുന്നവനാണ്. പിന്നെ എങ്ങനെയാണ് അവൻ അഹങ്കരിക്കുക എന്നുള്ളത് ചോദിക്കുകയാണ്. മനുഷ്യൻ അവന്റെ ദുർബലത ആലോചിക്കേണ്ട കാര്യമാണ്. വഹവർ അൽ ഹസൻ ജിനാസത്തൻ, ഒരിക്കൽ ഒരു ജനാസയിൽ ഹസൻ ബശീർ റഹിമഹുല്ലാഹ് പങ്കെടുത്തു. ثم قال, എന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, അമലൂ ലിമിസ്ലി ഹാദൽ യൗം, ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക. മരണപ്പെട്ട് നമ്മെ ഖബറിൽ വെക്കുന്ന ഒരു ദിവസം നമുക്കുണ്ട്, തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്, അതിന്റെ സമയം തീരുമാനിച്ചിട്ടുണ്ട്, അതിന്റെ സ്ഥലം തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു മാറ്റമില്ല. എന്നിട്ട് പറയാണ് ഫസയറല്ലാഹ്, എന്നിട്ട് സൂറത്ത് തൗബയിലെ 105-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ എല്ലാവരും മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന അള്ളാഹും റസൂലും മുഅ്മിനീങ്ങളും എല്ലാം കാണുന്ന ഒരു അവസ്ഥയുണ്ട്. വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അതിനെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മളൊക്കെ ആലോചിക്കേണ്ട, ഇതൊക്കെ എന്താ വെച്ചാല് ഇതൊക്കെ ഒരു നസീഹത്തുകളാണ്. അസ്ഹൽ ബശീർ റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്കുകളാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കേണ്ടതാണ്. നമ്മൾ എത്ര കാലമാണ്, അല്ലെങ്കിൽ നമ്മളൊരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ട് എങ്കിൽ എത്ര കാലം അത് മുന്നോട്ട് പോകാൻ പറ്റും ആളുകൾ അറിയാതെ? എത്ര കാലം അതിന്റെ ആസ്വാദനം നമുക്ക് ആസ്വദിക്കാൻ പറ്റും? എത്ര കാലം, അല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യം, ഹറാമായ ഒരു വരുമാനം, അല്ലെങ്കിൽ ഹറാമായ ഒരു പ്രവർത്തനം എത്ര കാലം നമുക്ക് അറിയില്ല. അപ്പോ ചെയ്യുന്നത് അത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പരലോകത്തിന് വേണ്ടി ഒരുങ്ങുക. കാന യഖൂൽ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇഗ്തനിമു അസ്സിഹത വൽ ഫറാഖ്, നിങ്ങൾ ആരോഗ്യത്തിന്റെയും ഒഴിവു സമയത്തെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതിൽ നിന്നുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹതു വൽ ഫറാഖ്, രണ്ട് കാര്യങ്ങൾ ജനങ്ങൾ അധിക പേരും വഞ്ചിതരായി പോകുന്ന, ആരോഗ്യവും ഒഴിവു സമയവും. കാരണം ഈ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആരോഗ്യവും ഒഴിവു സമയമുള്ള ആളുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അള്ളാഹുവിന്റെ ദീന് പഠിക്കാം, സൽക്കർമ്മങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ആ ദീന് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാം.
അങ്ങനെ പല നന്മകളും, അതുപോലെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാം, അല്ലെങ്കിൽ സൃഷ്ടികളോടുള്ള ഇഹ്സാൻ, ദീനിൽ പഠിപ്പിച്ചുള്ള നന്മ ചെയ്യാനൊക്കെ ആവശ്യമായിട്ട് 2 കാര്യങ്ങളാണ് ആരോഗ്യവും ഒഴിവു സമയവും. അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് പറഞ്ഞു വബാദിറു ബിൽ അഅമാൽ മിൻ ഖബ്ലി യൗമിൻ തശ്ഖസു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളും തെറ്റിപ്പോകുന്ന ആ ഒരു ദിവസത്തിന് മുമ്പ് സൽക്കർമ്മങ്ങളിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുക, നിങ്ങൾ മുന്നിടുക എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഒക്കെ ഹദീസിൽ വന്നിട്ടുള്ള ആശയങ്ങളെ പറഞ്ഞു തരിക തന്നെയാണ്. അത് സലഫുകളുടെ ആ ഫഹ്മിലൂടെ, വാക്കുകളിലൂടെ, ചില ഉപമകളിലൂടെ എല്ലാം പറയുന്നു എന്ന് മാത്രം. വകാന യഖൂൽ ഇബ്നു ആദം, മനുഷ്യ, ലാ തഖാഫന്ന മിൻ ദി മുൽക്കിൻ, അധികാരമുള്ള ഒരാളെ, ആധിപത്യമുള്ള ഒരാളെ നീ ഭയപ്പെടണ്ട. ഫൈന്നഹു അബ്ദുൻ ലിസയ്യിദിക്, അത് നിന്റെ സയ്യിദായിട്ടുള്ള അള്ളാഹുവിന്റെ അടിമ തന്നെയാണ്. ചില ആളുകൾ ആർക്കെങ്കിലും ആധിപത്യമുണ്ട് എങ്കിൽ, അധികാരമുണ്ട് എങ്കിൽ ഒരു പരിധി വിട്ടുകൊണ്ട് അവരൊക്കെ ഭയപ്പെടുന്നത് കാണാം. അപ്പോ പറയാണ്, നീ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ആ വ്യക്തി ആരാവട്ടെ, അതും നിന്റെ യജമാനനായിട്ടുള്ള, നിന്റെ സയ്യിദായിട്ടുള്ള, നേതാവായിട്ടുള്ള അള്ളാഹുവിന്റെ, സയ്യിദായിട്ടുള്ള അള്ളാഹുവിന്റെ അടിമയാണ്. വലാ തത്മഅന്ന ഫീ ദീ മാലിൻ, സമ്പത്തുള്ളവന്റെ സമ്പത്ത് അത് കണ്ടിട്ട് നീ കൊതിക്കണ്ട. ഫഇന്നമാ തഅകുലു റിസ്ഖ മൗലാക്, നീ ഭക്ഷിക്കുന്നത് നിന്റെ മൗലയായിട്ടുള്ള അള്ളാഹുവിന്റെ റിസ്ഖാണ്. അവൻ എന്താണ് ഉദ്ദേശിച്ചത് അതാണ് നിനക്ക് കിട്ടുക. വലാ തുഖാലിൽ ദാ ജുർമിൻ, അക്രമിയുമായിട്ട് നീ കൂട്ടുകൂടരുത്. ഫഇന്നഹു അലൈക വബാലുൻ, അത് നിനക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും. വലാ തഹ്ഖിറന്ന ഫഖീറൻ, ഒരു ദരിദ്രനെയും നീ പുച്ഛിക്കുന്ന, വില കുറച്ച് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഫൈന്നഹു അഖുൻ ഷഖീഖുൻ ലക്, അത് നിന്റെ ഉപ്പയും ഉമ്മയും ഒത്ത ഒരു സഹോദരനെ പോലെയുള്ള ഒരാൾ തന്നെയാണ്, അഥവാ മനുഷ്യൻ, നിന്നെ പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന അർത്ഥത്തിൽ പറയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വിഷയത്തിലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ടത്. കാരണം ഒരു സൃഷ്ടിയും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കില്ല ഏത് അവസ്ഥയിലും. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിലേക്ക് മാത്രം മടങ്ങുക എന്ന് ഓർമ്മിപ്പിക്കുന്ന വാക്കാണത്. ഇബ്നു ആദം, മനുഷ്യ, ലാ തഹ്ഖിറന്ന മിന ത്വാഅതി ശൈഅൻ, അള്ളാഹുവിന് കാണിക്കുന്ന അനുസരണത്തിൽ ഒന്നിനെയും നീ വില കുറച്ച് കാണരുത്. വഇൻ ഖല്ല ഫീ നഫ്സിക്, അത് നിനക്ക് നിന്റെ സ്വന്തത്തിൽ ചെറിയൊരു കാര്യമായി തോന്നുകയാണെങ്കിലും, വസഗ്റ ഇൻദക്, നീ അത് നിസാരമായി കാണുന്ന ഒരു കാര്യമാണെങ്കിലും, ഫഇന്നല്ലാഹ സുബ്ഹാനഹു യഖ്ബലു മിസ്കാല ദർറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അണുമണി തൂക്കം നന്മയാണെങ്കിലും അത് സ്വീകരിക്കും. വയുജാസി അലൽ ലഹ്ബ, ഒരു നിമിഷത്തെ ഒരു കർമ്മമാണെങ്കിലും അതിന് പ്രതിഫലം നൽകും. വലൗ റഅയ്ത ഖദ്റഹു ഇൻദ റബ്ബിക്, നീ ചെയ്ത ആ ചെറിയൊരു കർമ്മത്തിന്റെ സ്ഥാനം, നിന്റെ റബ്ബിന്റെ അടുക്കലുള്ള സ്ഥാനം നീ കണ്ടിരുന്നെങ്കിൽ ലസറക്, നീ സന്തോഷിക്കുമായിരുന്നു, അല്ലെങ്കിൽ അത് നിന്നെ സന്തോഷിപ്പിക്കുമായിരുന്നു. വലാ തഹ്ഖിറന്ന മിനൽ മഅസിയതി ശൈഅൻ, അതുപോലെ തന്നെ പാപത്തിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത്. വഇൻ ഖല്ല ഫീ നഫ്സിക്, നിനക്ക് ചെറുതായി തോന്നിയാലും, ചെറിയൊരു തെറ്റല്ലേ അങ്ങനെ തോന്നിയാലും, വസഗ്റ ഇൻദക, അതിനെ നീ നിസ്സാരമായി കണ്ടാലും, ഫഇന്ന റബ്ബക ശദീദുൽ ഇഖാബ്, അത് കുറവായാലും ചെറുതായി തോന്നിയാലും നിന്റെ റബ്ബ് ഫൈന റബ്ബക ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതായത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, അത് കുറവാണെങ്കിലും നിസ്സാരമായൊരു കാര്യമാണെങ്കിലും, നന്മയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രതിഫലം ലഭിക്കും. പാപമാണെങ്കിൽ അതിന് സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മേലെ ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോൾ ഈ എത്ര നിസ്സാരമാണെങ്കിലും അതിനെ എന്ത് ചെയ്യരുത്, വില കുറച്ച് കാണരുത്. വഹളറ യൗമൻ മജ്ലിസൻ ജമഅ ശുയൂഖൻ വശബാബൻ, ഒരിക്കൽ ഒരു സദസ്സിൽ ഹസൻ ബസ്രി റഹിമഹുല്ലാ ഒരുമിച്ചു ഒരു സദസ്സിൽ പങ്കെടുത്തു. അവിടെ പ്രായമായിട്ടുള്ള, വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള, യുവാക്കളായിട്ടുള്ള ആളുകളുണ്ട്. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഅശറ ശുയൂഖ്, വൃദ്ധന്മാരായിട്ടുള്ള ആളുകളോട്, നേരെ ബാധിച്ചിട്ടുള്ള പ്രായമായിട്ടുള്ള ആളുകളോട് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മാ യുസ്നഉ ബിസ്സർഇ ഇദാ താബ, ഒരു കതിര് അല്ലെങ്കിൽ ഒരു നമ്മൾ നടുന്ന ചെടിയോ മറ്റോ, അല്ലെങ്കിൽ ഒരു കതിര് അത് പാകമായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഇപ്പൊ ഒരു ചെടി നട്ടു, അതിന് പഴം വന്നു പാകമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെല്ലോ മറ്റോ കൃഷി ചെയ്തു, അത് പാകമായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക ചോദിച്ചു. ഫഖാലു, അപ്പൊ അവര് പറഞ്ഞു, ആ വൃദ്ധന്മാരായിട്ട് ആളുകൾ പറഞ്ഞു, യുഹ്സദു, അത് വിളവെടുക്കും, അവനങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ല, അത് വിളവെടുക്കും. തുമ്മൽ തഫത, എന്നിട്ട് അദ്ദേഹം ചെറുപ്പക്കാരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു.
എന്നിട്ട് ഫഖാല, എന്നിട്ട് ചോദിച്ചു, മഅശറ ശബാബ്, യുവാക്കളെ, കം മിൻ സർഇൻ ലം യബ്ലുഗ് ഖദ് അദ്റകത്ഹു ആഫതു ഫഅഹ്ലകത്ഹു വഅതത് അലൈഹി ജാഇഹതു ഫഅത്ലഫത്ഹു. എത്രയെത്ര ചെടികളും തയ്യുകളും ധാന്യങ്ങളും ഇങ്ങനെ കൃഷി മുളച്ചു വരുന്നതാണ്, അത് പാകമാകുന്നതിന് മുമ്പ് തന്നെ വാടിപ്പോകുന്നതും അല്ലെങ്കിൽ വേറെ വല്ല പ്രാണികളോ മറ്റോ ആയിട്ട് തിന്നു തീർക്കുന്നതും അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതായിട്ടുള്ള എത്ര ചെടികളുണ്ട് എന്ന് ചോദിച്ചു. ഇത്രയും പറഞ്ഞിട്ട് സുമ്മ ബക്ക, എന്നിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പാരായണം ചെയ്തു സൂറത്ത് ഇബ്രാഹിമിലെ 25-ാമത്തെ ആയത്ത്, വതല വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അല്ലാഹു ഇതാ ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഉപമ പറയുന്നു എന്നുള്ളത്. അതായത് പ്രായമായ ആളുകളുണ്ട്, യുവാക്കളുണ്ട്. ഫസൽ ബസീർ റഹിമഹുല്ല, മരണം എന്നുള്ളത് എപ്പോ വേണമെങ്കിലും വരാം. പ്രായമായവർക്ക് പ്രായം കൊണ്ട് അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ചെടി വളർന്ന് അത് കൃഷി വളർന്ന് പാകമായി കഴിഞ്ഞാൽ അത് വിളവെടുക്കും. അപ്പൊ നിങ്ങൾ പ്രായമായിട്ടുണ്ട്, മരണപ്പെടാനായിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചതാണ്. യുവാക്കൾ മരണം എന്നുള്ളതിന് യുവത്വം എന്നൊരു കാര്യമില്ല. ചില ചെടികൾ അത് ആവുന്നതിന് മുമ്പ് തന്നെ വാഴിപ്പോവുകയോ കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നശിച്ചു പോവുകയോ ചെയ്യാറുണ്ട് എന്ന് നിങ്ങൾക്കും മരണം ഏത് സമയത്തും വരാം എന്നുള്ള ഓർമ്മിപ്പിക്കാൻ ഒരു ഉപമ അദ്ദേഹം അവിടെ പറഞ്ഞതാണ്. ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ അറിയോ, നമുക്ക് ഒരു നന്മ ചെയ്യാനാവട്ടെ, പാപം ഒഴിവാക്കാനാകട്ടെ, സ്വഭാവം നന്നാക്കാനാവട്ടെ, ഏത് കാര്യത്തിനും ഏറ്റവും സഹായിക്കുന്ന കാര്യം എന്താ അറിയോ, മരണചിന്തയാണ്. മരണത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എളുപ്പമായി തീരും. അതില്ലേ, അതിനെക്കുറിച്ച് അശ്രദ്ധരാണോ അല്ലെങ്കിൽ മരണം ഇപ്പോഴൊന്നും എനിക്ക് വരൂല എന്നുള്ളതാണോ, അവന് അമല് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. അല്ലെങ്കിൽ അവന് തോന്നില്ല, അവന് പിന്നെ ചെയ്യാൻ തസ്വീഫാവും ഉണ്ടാവുക. പാപം ഒഴിവാക്കുന്നതിന് തൗബ ചെയ്യാൻ സമയമുണ്ടല്ലോ, പിന്നെ തൗബ ചെയ്യാന്നായിരിക്കും തോന്നുക. അതുപോലെ തന്നെ അവന്റെ ഒരു മാറ്റം വേണമെന്ന് ആലോചിക്കാൻ അവന് തോന്നില്ല. അല്ലെങ്കിൽ അവന്റെ വരുമാനം സമ്പാദ്യം അതിൽ ഹറാമ് കലർന്നത് ഒഴിവാക്കണം തോന്നില്ല. കുറച്ചുകൂടി സമ്പാദിച്ച് അവസാനം തൗബ ചെയ്യുക, അങ്ങനെ തോന്നുള്ളൂ. അപ്പോ മരണചിന്ത എന്നുള്ളത് ഏതുകൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. വകാന യഖൂൽ, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഇബ്നു ആദം, മനുഷ്യ, ഇന്നക തമൂതു വഹ്ദക, നീ ഒറ്റക്കാണ് മരിക്കുക. വതുബ്അതു വഹ്ദക, നിന്നെ ഒറ്റക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കും. വതുഹാസബു വഹ്ദക, നിന്നെ ഒറ്റക്ക് വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അവന് ഒറ്റക്ക് തുടങ്ങി ഒറ്റക്ക് അവസാനിക്കുന്ന ഒരാളാണ്. അതിന്റെ ഇടയിൽ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്തുള്ളത്, ഈ ഭൂമിയിലുള്ളത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഇപ്പൊ മദാരിജ് സാലിക്കീൻ പോലുള്ള കിതാബുകളിലൊക്കെ ഒരു കിതാബിൽ ഒരു ഫസ്ലിലെ ചർച്ച ഒരു ബാബിതാണ്, മിനല്ലാ ഇലല്ലാ, അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്ക്. പിന്നെ അതിന്റെ ഇടയിലുള്ളത് ഈ ദുനിയാവാണ്. അവിടെ രണ്ട് കാര്യമുള്ളൂ, ഒന്ന് ബില്ലാ, ഒന്ന് ലില്ലാ. ഒന്ന് അള്ളാഹുവിനെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം ജീവിക്കുന്നത്. ഈ 4 കാര്യമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൽ നിന്ന് വന്ന് ബില്ല, അള്ളാഹുവിനെ കൊണ്ട് ഇവിടെ ജീവിച്ച്, ലില്ല, അള്ളാഹുവിന് വേണ്ടി ജീവിച്ച്, ഇലല്ലാ, അള്ളാഹുവിലേക്ക് പോകുന്നത്. അത്രയുള്ള നമ്മുടെ ജീവിതം. അപ്പോ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ ഒറ്റക്കാണ്, ജനിച്ചത് ഒറ്റക്കാണ്, മരിക്കുന്ന ഒറ്റക്കാണ്, ഉയർത്തെഴുന്നേൽപ്പ് ഒറ്റക്കാണ്. അവിടെ ഒരാളും നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വിചാരണ ചെയ്യപ്പെടുന്നതും ഒറ്റക്കാണ്. ഇബ്നു ആദം, മനുഷ്യ, ലൗ അന്ന നാസ കുല്ലഹും അതാഉല്ലാഹ്, ജനങ്ങളെല്ലാം അള്ളാഹുവിനെ അനുസരിക്കുകയാണ്. വഅസൈത അൻത, നീ മാത്രം അള്ളാഹിനെ ധിക്കരിക്കുന്നുള്ളൂ വിചാരിക്കുക. ലം തൻഫഅക തഅതുഹും, അവരെല്ലാവരും അനുസരിച്ചു എന്നുള്ളത് നിനക്കൊരു ഉപകാരം ചെയ്യാൻ പോണില്ല. വലൗ അസവുല്ലാഹ്, അവരെല്ലാവരും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാണ്. വ അതഅതഹു, നീ മാത്രം അള്ളാഹിനെ അനുസരിക്കുന്നുള്ളൂ. ലം തദുറക മഅസിയതുഹും, അവരുടെ ആ അനുസരണക്കേട് നിനക്കൊരു ദോഷവും വരുത്താൻ പോകുന്നില്ല. അതായത് നമ്മൾ എന്താണോ ചെയ്തത് അതേ നമുക്ക് ഉണ്ടാവുള്ളൂ. വേറൊരാളുടെ പേരില് അല്ലെങ്കിൽ വേറെ ആളുടെ ഏതെങ്കിലും യോഗ്യതയില് നമുക്കൊന്നും അള്ളാഹുവിന്റെ അടുത്ത് കിട്ടാനില്ല. ഇബ്നു ആദം, മനുഷ്യ, ദീനക ദീനക്, നിന്റെ ദീന് അത് സൂക്ഷിക്കണം. ഫഇന്നമാ ഹുവ ലഹ്മുക വദമുക, ആ ദീനാണ് നിന്റെ മാംസവും നിന്റെ രക്തവും. ഫഇൻ സലിമ ലക ദീനുക, നിന്റെ ദീന് സുരക്ഷിതമായിട്ട് നിനക്കുണ്ട് എങ്കിൽ, സലിമ ലഹ്മുക വദമുക, നിന്റെ മാംസവും നിന്റെ രക്തവും സുരക്ഷിതമാണ്. ഫഇൻ തകുനിൽ ഉഖ്റാ, അതല്ലാത്ത അവസ്ഥയാണെങ്കിൽ, ഫസ്തഇദ് ബില്ലാഹി മിൻഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നീ രക്ഷ തേടുക. ഫഇന്നമാ ഹിയ നാറുൻ ലാ തുത്ഫ, അത് കത്തിജ്വലിക്കുന്ന കെട്ടുപോകാത്ത നരകത്തീയാണ്.
വജിസ്മുൻ ലാ യബ്ലാ, ഒരിക്കലും ദ്രവിച്ചു പോകാത്ത ശരീരമാണ് അവിടെ. വനഫ്സുൻ ലാ തമൂത്ത്, ഒരിക്കലും മരണമില്ലാത്ത അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. അതായത് നമ്മുടെ ഈ മാംസവും നമ്മുടെ രക്തമൊക്കെ നാളെ നരകത്തിന് തിന്നാൻ കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഇന്ന് ദീനിന്റെ കാര്യം നോക്കിക്കൊള്ളുക. ദീനിനെ നേരാവണ്ണം കൊണ്ടു നടക്കുക, അതിന് ആവശ്യമായിട്ടുള്ള ഇൽമ് നേടുക, അതിനാവശ്യമായിട്ടുള്ള അമൽ ഉണ്ടാവുക, അങ്ങനെ അതിനെ കൊണ്ടു നടക്കുക എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഹസൻ ബസരി റഹിമഹുല്ലാ പറഞ്ഞ മറ്റൊരു അഥർ, ലാ യസാലുൽ അബ്ദു ബിഖൈറിൻ മാ കാന ലഹു വാഇദുൻ മിൻ നഫ്സിഹി, ഒരടിമ ഖൈറിലായിക്കൊണ്ട് തന്നെ ആയിരിക്കും അവനെപ്പോൾ സ്വന്തത്തിൽ ഒരു ഉപദേശകൻ ഉള്ളിടത്തോളം കാലം. അഥവാ അവനവന്റെ സ്വന്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരവസ്ഥ അവനുള്ളിടത്തോളം കാലം. വകാനത്തിൽ ഫിഖറതു മിൻ അമലിഹി, ഉറ്റാലോചിക്കുക എന്നുള്ളത്, തഫക്കുർ എന്നുള്ളത് അവന്റെ ഒരു കർമ്മമായിരിക്കുന്ന കാലത്തോളം. അതായത് നമുക്ക് ദീനിലൊരു ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ, ഈമാനിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ അതിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് തഫക്കുർ എന്നുള്ളത്, ഉറ്റാലോചിക്കുക എന്നുള്ളത്. അത് ഖുർആനിനെ കുറിച്ചാണെങ്കിലും ഭൗതികമായിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ദീനിന്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും തഫക്കുർ എന്നുള്ളത് നമുക്ക് ഈമാനിൽ ഉയർച്ചയുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു അമലാണ്. ഇപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ കർമ്മങ്ങളെ കുറിച്ച് ഉമ്മുദർദാ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്ന ഒരു അസറുണ്ട്. ഉമ്മുദർദാ റളിയല്ലാഹു അൻഹയോട് താബീകളും മറ്റും ചോദിക്കുകയാണ്, എന്തായിരുന്നു അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും നല്ല അമല് എന്ന്. അപ്പൊ ഉമ്മുദർദാ ഫഖീഹത്തു സുഗ്റ എന്നറിയപ്പെടുന്ന ആളാണ്, വലിയ ഫഖീഹത്താണ്, അറിവുള്ള ആളാണ്. അബൂദർദാ റളിയല്ലാഹുവിനെ പറ്റി പറയാണ്, തഫക്കുറായിരുന്നു, അതായത് നല്ല ഉറ്റാലോചിക്കാറുണ്ടായിരുന്നു കാര്യങ്ങളെ കുറിച്ച്. അപ്പോ അത് പ്രത്യേകം സലഫുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു അമലാണ്. അപ്പൊ അങ്ങനെ തഫക്കറുള്ള അതൊരു അമലായി നിൽക്കുന്നോളം ഒരാൾ ഖൈറിലായിരിക്കും. വദ്ദിക്റു മിൻ ശഅനിഹി, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് അവന്റെ ഒരു നിത്യമായിട്ടുള്ള കാര്യമായി തുടരുന്നിടത്തോളം. വൽ മുഹാസബതു മിൻ ഹിമ്മതിഹി, സ്വന്തത്തെ വിചാരണ ചെയ്യുക എന്നുള്ളത് അവന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് അവൻ കാണുന്നിടത്തോളം, അതായത് അവനവന്റെ സ്വന്തത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് എപ്പോഴും വിചാരണ ചെയ്യുന്നിടത്തോളം. എന്നിട്ട് പറയാണ്, വലാ യസാലു ബിശദ്ദിൻ, ഒരടിമ ഷെറിലായിക്കൊണ്ടിരിക്കും. മസ്തഅമല തസ്വീഫ്, അവന് തസ്വീഫുമായി മുഴുകുന്ന കാലത്തോളം. തസ്വീഫ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞു, ഒരു കാര്യം നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് നീട്ടിവെക്കുന്നതിനാണ് തസ്വീഫ് എന്ന് പറയുക. അതുണ്ടെങ്കിൽ അവന് ഷെറിലായിരിക്കും. വത്തബഅൽ ഹവ, അവനവന്റെ ഹവയെ പിൻപറ്റുകയാണെങ്കിൽ അവൻ ഷെറിലായിരിക്കും. വാക്സറൽ ഗഫലത, അശ്രദ്ധയിൽ മുഴുകുന്ന അവസ്ഥയിലാണെങ്കിൽ, ധാരാളമായി അശ്രദ്ധയിലാണ്, എന്തിനാ ജീവിക്കുന്നതെന്ന് ഓർക്കുന്നില്ല, പരലോകത്തെ ഓർക്കുന്നില്ല, അള്ളാഹുവിനെ ഓർക്കുന്നില്ല, തൗഹീദ് ഓർക്കുന്നില്ല, ഇബാദത്തുകൾ ഓർക്കുന്നില്ല, അശ്രദ്ധയിലായിക്കൊണ്ടിരിക്കുക. അല്ലാതെ ഏറ്റവും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഗഫലത്ത് എന്നുള്ളത്. നമ്മൾ ഒന്ന് സ്വന്തം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഗഫലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് യഖ്ലത്ത്. ഈ ഒരു ബോധത്തിൽ ജീവിക്കുക, ഞാൻ എന്തിനാ അവിടെ വന്നിരിക്കുക എന്നുള്ള ബോധത്തിൽ. അപ്പോ അഫ്ലത്ത് കൂടിയ ആളുകൾ അവർക്ക് ഷർറായിരിക്കും. വറജഹ ഫിൽ അമാനി, വ്യാമോഹങ്ങൾ മുഴുകി നിൽക്കുന്ന അവസ്ഥയിലുമാണെങ്കിൽ, അവന് കുറെ മോഹങ്ങളാണ്, ഒരിക്കലും നടക്കാത്ത കുറെ മോഹങ്ങൾ മുഴുകി നടക്കുകയാണെങ്കിൽ അവന് ഷർറായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഖൈറാണോ വേണ്ടത് ഷർറാണോ വേണ്ടത്, ഇതിലാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. وروي أن الحسن رحمه الله اتصل به أن مكحولا توفي فحزن عليه. ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന സൽഫുകളിൽപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് മക്ഹൂൽ റഹിമഹുള്ള. ഒരു ദിവസം മക്ഹൂൽ റഹിമഹുള്ള മരണപ്പെട്ടു എന്നുള്ള വാർത്ത ആരുടെ അടുക്കിലേക്ക് എത്തി? ഹസൻ ബസ്രി റഹിമഹുള്ള അടുക്കൽ അറിയിക്കപ്പെട്ടു. ഫഹസിന അലൈഹി, അതിന്റെ മേലെ വല്ലാതെ ദുഃഖിച്ചു. വതറഹമ ലഹു, അങ്ങനെ കാരുണ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക മറ്റെല്ലാം ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫമത്തസ്ല ബിഹി ബുത്ലാനു ദാലിക്, വേറൊരാള് പറഞ്ഞു മരിച്ചിട്ടില്ല, അത് തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ചില മരണ വാർത്തകളൊക്കെ തെറ്റായിട്ട് വരാറുണ്ട്. അപ്പോ മരണപ്പെട്ടിട്ടില്ല, വാർത്ത തെറ്റായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ വേഗം ഹസൻ ബസ്രി റഹിമഹുള്ള ഈ മക്ഹൂൽ റഹിമഹുള്ളക്ക് ഒരു കത്ത് എഴുതാണ്. ഫകതബ ഇലൈഹി, അതിൽ എഴുതിയിരുന്നത് അമ്മാ ബഅദു അബാ അബ്ദുല്ല, മക്ഹൂൽ റഹിമഹുള്ളയുടെ കുഞ്ഞത്താണ്. അബൂ അബ്ദുല്ല എന്ന് വിളിച്ചിട്ട് പറയാണ്, ഖാറല്ലാഹു ലനാ വലക ഫിൽ മഹ്യാ വൽ മമാത്ത്,
ജീവിതത്തിലും മരണത്തിലും അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. വഖളാ ലനാ വലക ബിഖൈരി ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും പരലോകത്തിന്റെയും നന്മകൾ അള്ളാഹു നമുക്ക് വിധിക്കട്ടെ. വയസ്സറ ലനാ വലക ഹുസ്നൽ മആലി വൽ മുൻഖലിബ്, നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മടക്കം അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഫഇന്നഹു അതാന അൻക ഖബറുൻ റാഅന, നിങ്ങളെ സംബന്ധിച്ചൊരു വാർത്ത നമ്മുടെ അടുക്കൽ എത്തിയിരുന്നു, അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ വിഷമിപ്പിച്ചു. ثم أتى بعده ما أكذبه, അതിനുശേഷം ആ വാർത്ത കളവാണ് എന്നുള്ളതും നമ്മുടെ അടുക്കിലേക്ക് എത്തി. ഫലഅംറുല്ലാ, അല്ലാഹുവാണ്, ലഖദ് സുരിർനാ, ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. വഇൻ കാന സുറൂറു ബിമാ സുരിർനാ ബിഹി ഗൈറ തായിലിൻ, ആ സന്തോഷം നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ കൂടി ഞങ്ങളെ അത് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരാൾ മരിച്ചിട്ടില്ല എന്നുള്ള വാർത്ത കേട്ട് അയാൾ സന്തോഷിക്കും, ഇനി അയാൾ കുറെ കാലത്തിന് ജീവിക്കുന്നതിന്റെ അർത്ഥമല്ലല്ലോ. അപ്പൊ ഈ സന്തോഷത്തിന് വലിയ ധൈര്യമുണ്ട് എന്ന് ഞങ്ങൾ വിചാരിച്ച് ഇല്ലാത്ത സന്തോഷമാണെങ്കിലും ഞങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. വസബീലുൽ ഇൻഖിതാഇ ദാഇയൻ അമ്മാ ഖലീലിൻ ഇലൽ ഖബറിൽ അവ്വൽ, ഉറപ്പാണ് വൈകാതെ തന്നെ ആദ്യം കേട്ട വാർത്തയിലേക്ക് നിങ്ങൾ ആകുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുന്നത് വൈകാതെ തന്നെ ഉണ്ടാകും. ഫഹൽ അൻത, എന്നിട്ട് പറഞ്ഞു നിങ്ങളാണോ? ആഫാക്കല്ലാഹു വഫഖനാ വഇയ്യാക ലിസാലിഹിൽ അമൽ, അള്ളാഹു നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോഴാണോ? കറജുലിൻ ദാഖൽ മൗത്ത്, മരണത്തെ രുചിച്ച ഒരു വ്യക്തിയെ പോലെ, വആയന മാ ബഅദഹു, അതിനുശേഷമുള്ളതെല്ലാം നേരിട്ട് ദർശിച്ചവനെ പോലെ, വസഅലഹു റജ്അത, എന്നിട്ട് അള്ളാഹുവിനോട് എന്തു ചോദിച്ചു? അത് മടങ്ങി വരാൻ, ദുനിയാവിലേക്ക് ഒരു മടക്കം ചോദിച്ചു. ഫഉജീബ ഇലൈഹ, അങ്ങനെ ആ മടക്കത്തിനുള്ള അവസരം ലഭിച്ചു. വഉതിയ മാ സഅല ബഅദ അൻ ആയന മാ ഫാതഹു, നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളിലേക്കൊക്കെ വീണ്ടും ലഭിച്ച ഒരു അവസ്ഥയിലാണോ നിങ്ങൾ? അതായത് ഒരാൾ മരണപ്പെട്ടിട്ട് തിരിച്ചു വന്നാൽ എങ്ങനെയാവോ അതുപോലെയാണോ നിങ്ങൾ എന്ന നിലക്ക് ചോദിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഫതഅഹബ ഫീ ഫദ്ലി ജഹാസിഹി ഇലാ ദാരി ഖറാരിഹി, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം നാളെ പരലോകത്തേക്ക് വേണ്ടി നിലനിൽക്കുന്ന ഭവനത്തിലേക്ക് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ലാ യറാ അന്ന ലഹു മിൻ മാലിഹി ഇല്ലാ മാ ഖദ്ദമ അമാമഹു, നാളെ നിങ്ങൾ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കി നൽകിയിട്ടുള്ള സമ്പത്തല്ലാതെ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. വമിൻ അമലിഹി ഇല്ലാ മാ കുതിബ ലഹു സവാബുഹു, അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്മ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സൽക്കർമ്മങ്ങളല്ലാതെ ഉണ്ടാവുകയില്ല. വസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് അവസാനിപ്പിക്കാം. അതായത് ആ മരണവാർത്ത കേട്ടു പിന്നെ അല്ലാന്നറിഞ്ഞു. അപ്പോ ഹസൻ ബസീർ റഹിമഹുല്ല മരിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരാളോട് എന്താണോ ഉപദേശിക്കുക അല്ലെങ്കിൽ എന്താണോ ഓർമ്മപ്പെടുത്തുക, ആ തരത്തിലുള്ള ഒരു പരസ്പരമുള്ള നസീഹത്തായിക്കൊണ്ട് മഖ്ബൂൽ റഹിമഹുല്ലക്ക് ഇനിയുള്ള ആയുസ് ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള അസറുകൾ അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.